ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പിയാണ്. അതും ഒരു സ്പെഷ്യൽ റെസിപ്പി. കാരണം ഞങ്ങൾ ഇന്ന് വീട്ടിലല്ല ചെയ്യുന്നത്, വീട്ടിൻ്റെ പുറത്തുള്ള ബാക്ക് സൈഡിലെ പറമ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. വീട്ടിൻ്റെ അകത്ത് ഞങ്ങൾക്ക് വിറകടുപ്പില്ലാത്തതുകൊണ്ട് ഇക്കാക്ക് വിറകടുപ്പിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് അതിലാണ് ഇപ്പോൾ സൂപ്പ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ടിപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് 1/2 കിലോ മട്ടൻ്റെ എല്ലാണ്. ഇപ്പം മട്ടനൊക്കെ നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇക്ക അടുപ്പിന് തീ കൂട്ടാനുള്ള ശ്രമത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കാരണം മണ്ണൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീ പിടിച്ച് കിട്ടാൻ കുറച്ച് പണിയുണ്ട്. ഇപ്പോഴും മഴൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. പണി പാളുമോ എന്നൊരു ഡൗട്ടും ഉണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ സൂപ്പ് കറക്റ്റ് പരുവാവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അതായത് ചെറിയ തീയിൽ കിടന്നിട്ട് സമയം എടുത്തിട്ട് സൂപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സൂപ്പ് കിട്ടും. ഇപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ്റെ എല്ലിനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മൺചട്ടിയിലാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. അതും ഇക്കാൻ്റെ ഒരു നിർബന്ധമായിരുന്നു, വിറകടുപ്പിൽ മൺചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാമെന്ന്. ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നത് ഒരു 100 ഗ്രാമോളം ചെറിയുള്ളി ചതച്ചെടുത്തത്, അതുപോലെ ഒരൽപ്പം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ ഒരൽപ്പം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതൊക്കെ ചതച്ചെടുത്തതാണ് കേട്ടോ, പേസ്റ്റ് ഒന്നും അല്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, പിന്നെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂണ്, പിന്നെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് പൊടിച്ചെടുത്തതുണ്ട്, അത് ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 10 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അതായത് വെള്ളം കൂടുതൽ എടുത്തിട്ട് നമ്മൾ ചെറിയ തീയിലിട്ട് കത്തിച്ച് പകുതിയോളം വറ്റിച്ചെടുക്കുമ്പോഴാണ് സൂപ്പിൻ്റെ കറക്റ്റ് ടേസ്റ്റും ആ പരുവവും ഒക്കെ കിട്ടുക. ഇപ്പോൾ മസാലപ്പൊടികളും എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞങ്ങളിപ്പോൾ ഒരു 10 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം എത്ര കൂടുതൽ എടുക്കുന്നോ അത്രയും സൂപ്പിന് ടേസ്റ്റാണ്. കാരണം നമ്മൾ വെള്ളം എടുത്തിട്ട് അതിൻ്റെ നേരെ പകുതിയാക്കിയിട്ട് ഇതിനെ ലോ തീയിൽ കിടത്തിയിട്ട് നമുക്ക് കുറുക്കി എടുക്കുകയാണ് ചെയ്യുക. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ കണലിൽ അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സമയം എടുക്കും കറക്റ്റായിട്ട് ഇത് വെള്ളമൊക്കെ പകുതിയാക്കി കുറുകി വരാൻ. ഇപ്പോൾ തീയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ പണി പാളുമോ എന്നൊരു ഡൗട്ടുണ്ട്. മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മഴ പെയ്തു. ഞങ്ങൾ ചട്ടിയും കലമൊക്കെ എടുത്തിട്ട് വീട്ടിൻ്റെ അകത്തോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള കുക്കിംഗ് ഗ്യാസ് സ്റ്റൗമേലാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടേ ഉള്ളൂ. എന്തായാലും വിറകടുപ്പുമ്മൽ നിന്നുള്ള പണി പാളിപ്പോയി. മഴ പെയ്ത് തീയൊക്കെ കെട്ടുപോയി. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, പക്ഷേ നല്ലപോലെ കുറുകിയിട്ടില്ല. ഇനി ഒന്നും കൂടെ ഒന്ന് നമുക്കിത് അടച്ചു വെക്കണം. ലോ സ്പീഡിലിട്ട് അടച്ചു വെക്കുക. നിങ്ങൾ നേരിട്ട് ഗ്യാസുമ്മ വേണമെങ്കിൽ ചെയ്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോക്കിന് നമ്മുടെ സൂപ്പ് കറക്റ്റ് പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ സെർവ് ചെയ്യാം. ചിലർ ഈ സൂപ്പ് അല്പം വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും ചുവന്നുള്ളിയിലെ ചെറുത് അതും കൂടെ കട്ട് ചെയ്തിട്ടൊന്ന് തൂമിച്ചെടുക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അത് വേറൊരു ടേസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ തൂമിക്കാറില്ല, ഇങ്ങനെ തന്നെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്